നിയമസഭയിൽ ധനമന്ത്രി ബാലഗോപാലൻ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയാണ്. പലർക്കും തോന്നിയ ഒരു സംശയമുണ്ടാകും. അതായത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷന് മെയ് മാസത്തിലാണ് ഇലക്ഷൻ ഡേറ്റ് വരാൻ പോകുന്നു. അതിനിടയ്ക്ക് എങ്ങനെയാണ് ഒരു ഫുൾ ബഡ്ജറ്റ് ഒരു സർക്കാർ അവതരിപ്പിക്കുക? മെയ് വരെ കാലാവധിയുള്ള ഒരു സർക്കാരിന് അതിനുള്ള ഒരു അധികാരമുണ്ടോ? ശരിക്കും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത്, ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക, അവരും അതായത് മെയ് മാസത്തിന് ശേഷമുള്ള ആ കാലയളവിലെ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് വരുന്ന സർക്കാർ, അതിനെ ആരായാലും ആ സർക്കാരിൻ്റെ അവകാശമല്ലേ എന്നുള്ളതൊക്കെ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കും. എന്തായാലും ആ സംശയവുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ആ വിഷയത്തെ അധികരിച്ച് മുൻ DGP ഡോക്ടർ TP സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം സംസ്ഥാന ബജറ്റിനെ വിമർശിച്ചിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ സമ്പൂർണ്ണ ബജറ്റ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള തട്ടിപ്പാണിത് എന്നും ഒരിക്കലും ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു അവസരം, അങ്ങനെ ഒരു അവസരമായിട്ടാണ് പിണറായി മന്ത്രിസഭ ഇനി കാണുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഡോക്ടർ TP സെൻകുമാറിന്റെ കുറിപ്പ് വായിക്കാം. കേരള ബഡ്ജറ്റ് എന്ന തട്ടിപ്പ്, വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം വേണം. മെയ് മാസം വരെ മാത്രം ആയുസുള്ള പിണറായി മന്ത്രിസഭ എങ്ങനെയാണ് ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? കാരണം ഇതിന് യാതൊരുവിധ സാധുതയുമില്ല. കാരണം ഇലക്ഷൻ വന്ന് പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ പുതിയ ഗവൺമെന്റിന് ഇതൊന്നും ബാധകമല്ല. അവർ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ഇതൊരു തട്ടിപ്പാണ്. വോട്ട് ഓൺ അക്കൗണ്ട് ആണ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് ഫുൾ ബജറ്റ് അവതരിപ്പിച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് എടുക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഈ കേരള ബജറ്റിൽ യാതൊരുവിധ അസ്തിത്വവും കാണരുത്. ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ മീഡിയ ഇതിന് കൊടുക്കുന്ന ഹൈപ്പ് അത് വളരെ തെറ്റാണ്. അവർ കൃത്യമായി പറയുന്നില്ല ഇവിടെ ഒരു ഫുൾ ബജറ്റ് അല്ല, വോട്ട് ഓൺ അക്കൗണ്ട് ആണ് വേണ്ടത് എന്ന്. കാരണം ഇത് ഇലക്ഷൻ ഇയർ ആണ്. സർക്കാരിന് മെയ് 25 വരെയോ മറ്റോ കാലാവധിയുള്ളൂ. അതിനു മുൻപ് എങ്ങനെയാണ് അവർ അടുത്ത ഒരു ഫുൾ വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത്? അത് അടുത്ത സർക്കാരിന്റെ അധികാരമാണ്. ഈ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തായാലും പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അവതരണം നടക്കുന്നതേ ഉള്ളൂ, പക്ഷേ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് ബഡ്ജറ്റ് തന്നെയാണ്. ഇതിൽ എത്ര കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ സാധിക്കും? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഇത്രയും കാലം ഇവിടെ ഭരണത്തിൽ ഇരുന്നിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണോ ഇനി വരും വർഷങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പല കാര്യങ്ങളും വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്ന് പറയാം. കാര്യം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പല കാര്യങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിനെ വളരെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പല കാര്യങ്ങളും കേരളത്തിൽ നടത്താൻ കഴിയാതെ വന്നത് എന്ന മറ്റുള്ള പരാമർശങ്ങളുമൊക്കെ ബജറ്റ് പ്രഖ്യാപനത്തിനിടയിൽ, ബജറ്റ് അവതരണത്തിനിടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു തട്ടിപ്പ് ബഡ്ജറ്റ് ആണ് എന്നുള്ള വിമർശനം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അത് ആ രീതിയിലുള്ള ഒരു വിശകലനം തന്നെയാണ് മുൻ DGP ഡോക്ടർ TP സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.